വ്യാജ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ. UGC പുറത്തിറക്കിയ പട്ടികയിലാണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ, സെയിന്റ് ജോൺസ് യൂണിവേഴ്സിറ്റി എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത്. സെയിന്റ് ജോൺസ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന സ്ഥലപ്പേര് പോലും വ്യാജമാണെന്നാണ് കണ്ടെത്തൽ. കിഷനാട്ടം എന്ന ഇല്ലാത്ത ജില്ലയുടെ പേരിലാണ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്താകെ 32 വ്യാജ സർവകലാശാലകൾ ഉള്ളതായി UGC കണ്ടെത്തി. ഗോപാൽ ഷീലാസരൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ UGC പട്ടികയിൽ കേരളത്തിലും 2 വ്യാജന്മാർ, ഇല്ലാത്ത പേരുകളാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഗോപാൽ ഷീലാസരൽ, കേൾക്കാമെങ്കിൽ വ്യാജ സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 2 സർവകലാശാലകളും എന്നുള്ള പേര്, ഈ സർവകലാശാലകൾ യഥാർത്ഥത്തിലുണ്ടോ എവിടെയെങ്കിലും? സ്ഥലപ്പേര് പോലും വ്യാജമാണ്. കിഷനാട്ടം എന്നൊരു ഇല്ലാത്ത ജില്ലയിൽ ഇങ്ങനെയൊരു സർവകലാശാല പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണുള്ളത്. ഇപ്പോൾ UGC നടത്തിയ പരിശോധനകളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഗോപാൽ, കേൾക്കാമെങ്കിൽ. രണ്ട് സർവകലാശാലകളാണ് UGCക്ക് കീഴിൽ ഇല്ലാത്ത സർവകലാശാലകളായി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വ്യാജ സർവകലാശാലകൾ ഇത്തരത്തിലുണ്ട് എന്നാണ് ഈ പുറത്തിറക്കിയിരിക്കുന്ന പട്ടികയിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലൊന്ന് സെൻറ് ജോൺസ് യൂണിവേഴ്സിറ്റി കിഷനാട്ടം എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. 1994 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും വ്യാജ സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് ഇത്. അതിൽ ഏറ്റവും ഒരു ഗൗരവത്തോടു കൂടി പറയേണ്ടത്, ഈ കിഷനാട്ടം എന്ന ഒരു കേരളത്തിൽ ഇല്ലാത്ത ജില്ലയുടെ പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി, അത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. IIBM എന്ന പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. ഈ 2 സർവകലാശാലകളും വ്യാജ സർവകലാശാലകളാണ് എന്നും അതിന്മേൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വഞ്ചിതരാകരുത് എന്നുമാണ് ഈ UGC പുറത്തിറക്കിയിരിക്കുന്ന പട്ടികയോടൊപ്പം ചേർത്തിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. കാരണം രാജ്യത്തുടനീളം 12ഓളം സംസ്ഥാനങ്ങളിലായി 32 സർവകലാശാലകളാണ് ഇത്തരത്തിൽ വ്യാജമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ വർഷവും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തിറക്കുമെങ്കിലും ഇത്രയധികം സർവകലാശാലകൾ ഇതാദ്യമായിട്ടാണ് ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എന്ന് UGC സൂചിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിലാണ്, രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ വ്യാജമായി ഉള്ളത്. അതിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞതാണ്. കാരണം കടലാസിൽ പോലും ഇല്ലാത്ത ഒരു സർവകലാശാല, ഒരു കെട്ടിടമോ സ്വന്തമായി സ്ഥലമോ ഒന്നുമില്ലാത്ത സർവകലാശാല എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് എന്ന ചോദ്യം കൂടി UGC ഈ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ ഗൗരവത്തോടു കൂടി തന്നെ സംസ്ഥാനങ്ങൾ ഇടപെടണം എന്നതാണ് സർവകലാശാലകൾക്ക് UGC നൽകുന്ന നിർദ്ദേശം. ശരി, ഗോപാൽ ഷീലാസരനാണ് വിവരങ്ങൾ നൽകിയത്.